മന്ത്രി വി ശിവൻകുട്ടിയുടെ മകൻ ഗോവിന്ദിന്റെ വിവാഹ ദൃശ്യങ്ങൾ കാണുകയാണ്. ഒഫീഷ്യലി വാട്സപ്പിലൂടെ അദ്ദേഹത്തിന്റെ മകന്റെ ഈ വിവാഹത്തിന് ക്ഷണമുണ്ടായിരുന്നെങ്കിലും പോകാൻ കഴിഞ്ഞില്ല. പക്ഷേ അതിന്റെ ദൃശ്യങ്ങൾ കേരളത്തിലെ പല മാധ്യമങ്ങളും കഴിഞ്ഞ ദിവസം റിപ്പോർട്ട് ചെയ്തിരുന്നു. ആ റിപ്പോർട്ട് ചെയ്യുമ്പോൾ കൃത്യമായിട്ട് തെളിയിക്കപ്പെടുന്ന ഒരു കാര്യമുണ്ട്. കേരളത്തിൽ ലളിതമായിട്ടുള്ള വിവാഹങ്ങളെ പ്രോത്സാഹിപ്പിക്കുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ, പ്രത്യേകിച്ച് ഒരു മന്ത്രി പദത്തിലൊക്കെ ഇരിക്കുന്ന സന്ദർഭത്തിൽ, അത് ഏത് പാർട്ടിയിൽപ്പെട്ടവരുണ്ടെന്ന് ചോദിച്ചാൽ ഒറ്റ ഉത്തരമേ ഉള്ളൂ: അത് കമ്മ്യൂണിസ്റ്റുകാരാണെന്നുള്ള കാര്യത്തിൽ ഒരു സംശയം വേണ്ട. എന്തുകൊണ്ട് പറയേണ്ടി വന്നു എന്ന് പറഞ്ഞാൽ, ഒരു മന്ത്രിയായിരിക്കുന്ന വ്യക്തിയാണ്. ആ വ്യക്തിയെ സംബന്ധിക്കുന്നിടത്തോളം ഒരു സ്പെഷ്യൽ മാരേജ് ആക്ട് പ്രകാരം നടന്ന വിവാഹമാണ്. സ്പെഷ്യൽ മാരേജ് ആക്ട് അറിയാലോ, അതായത് അന്യമതസ്ഥരെ വിവാഹം കഴിക്കുമ്പോഴാണ് സ്വാഭാവികമായിട്ട് കേരളത്തിൽ ഈ സ്പെഷ്യൽ മാരേജ് ആക്ട് പ്രകാരമുള്ള വിവാഹങ്ങൾ രജിസ്റ്റർ ചെയ്യപ്പെടുന്നത്. അത് വൈകുന്നേരം പിന്നീട് ഒരു വലിയ ഫംഗ്ഷൻ വേണമെങ്കിലും സംഘടിപ്പിക്കാമായിരുന്നു. അതിന്റെ ക്ഷണക്കത്ത് ഒഫീഷ്യലി വാട്സപ്പിലൂടെ ലഭിച്ചത് ഇതാണ്. ആ വിവാഹത്തിൽ ഗോവിന്ദന്റെയും എലീനയുടെയും അവർ പരസ്പരം കണ്ട് ഇഷ്ടപ്പെട്ടു. ആ ഇഷ്ടപ്പെട്ടതിന്റെ അടിസ്ഥാനത്തിൽ രക്ഷിതാക്കൾ എന്നുള്ള നിലയ്ക്ക് ആ വിവാഹം നടത്തി കൊടുക്കുകയാണ്.